അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. സൽസ്വഭാവത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എല്ലാവിധ മഹനീയ ഗുണങ്ങൾക്കും മാതൃകയായി നമ്മുടെ മുന്നിലുള്ള ഏക വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ പ്രവാചകനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. എല്ലാ സൽസ്വഭാവങ്ങളുടെയും ചന്തമാർന്ന മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നു, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, തീർച്ചയായും നീ മഹത്തായ സ്വഭാവത്തിൽ തന്നെയാകുന്നു. സൽസ്വഭാവത്തിന്റെ മഹിമ വ്യക്തമാക്കുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം. ഓരോ വ്യക്തിയും എത്രത്തോളം ആ ഒരു വിശ്വാസിയായ ഓരോ വ്യക്തിയും സ്വഭാവത്തിൽ എത്രത്തോളം ശ്രദ്ധിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. നമുക്കൊരു ഹദീസ് നോക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, എവിടെയായിരുന്നാലും ശരി, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. തിന്മ ചെയ്തു പോയാൽ തുടർന്ന് അതിനെ മായ്ച്ചു കളയുന്ന നന്മ ചെയ്യാൻ ശ്രദ്ധ കാണിക്കുക. ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ വർത്തിക്കുക. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉപദേശമാണിത്. നമ്മളെല്ലാവരും ഇത് ഏറ്റെടുക്കണം. ഇതേപോലെ തന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു യാത്രക്കൊരുങ്ങിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ഉപദേശങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതുപോലുള്ളൊരു ഉപദേശമാണ്. അതായത് റസൂല പറഞ്ഞു, നീ അള്ളാഹുവിനെ ആരാധിക്കുക, അവന് യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. വീണ്ടും ചോദിച്ചു. അപ്പോൾ റസൂല പറഞ്ഞു, നീ തെറ്റ് ചെയ്യാനിടവന്നാൽ നന്മ വർദ്ധിപ്പിക്കുക. അദ്ദേഹം പറഞ്ഞു, ഇനിയും റസൂലെ. അവിടുന്ന് അരുളി, ദീനി നിഷ്ഠയിൽ നേരെ നിലകൊള്ളുകയും ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ നിന്റെ സ്വഭാവത്തെ നന്നാക്കുകയും ചെയ്യുക. സൽസ്വഭാവത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഓരോ ഹദീസുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് ഹദീസുകൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട്. ഓരോരുത്തരും ഇതിൻ്റെ ഗൗരവവും ഈ ഉപദേശങ്ങളുടെ ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ.